ചേച്ചി സുന്ദരിയായി കുളിച്ചൊരുങ്ങി ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ മതിയെന്ന് കോളേജ് കുട്ടികൾ പറഞ്ഞപ്പോൾ ചേച്ചി ഇത്രയും വിചാരിച്ചില്ല. എന്തായാലും നമുക്ക് മണിയുടെ മേലേക്ക് കിടക്കാം. ഹായ് മാഡം, എൻ്റെ പേര് മണി. എനിക്കിപ്പോൾ 38 വയസ്സുണ്ട്. ഒരു കുട്ടിയുണ്ട്. പണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഡിഗ്രി പരീക്ഷ പൂർത്തിയാകാതെ 3-ാം വർഷത്തിൽ എനിക്കിഷ്ടമുള്ള ഒരാളുമൊത്ത് ഞാൻ ഒളിച്ചൊളി പോവുകയായിരുന്നു. അതോടുകൂടി എൻ്റെ വീട്ടുകാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അറ്റു. എന്നെ കൊണ്ടുപോയ ആൾ നന്നായി നോക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നഗരത്തിലെ ഒരു കുടസ് വീട്ടിലായിരുന്നു താമസം. ആദ്യത്തെ 2-3 വർഷങ്ങൾ പ്രശ്നമില്ലാതെ പോയി. പിന്നീട് കുട്ടിയുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങി. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടു. കുടിയും വഴക്കും പ്രശ്നങ്ങളൊക്കെ ആയി. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്കാരൻ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറെ ഏതോ സ്ത്രീകളോട് പോയി. അത് കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ ഭർത്താവിനെ ഞാൻ കണ്ടിട്ടില്ല. മരിച്ചു പോയെന്നും പറഞ്ഞത് കേട്ടു. എന്തായാലും യാതൊരു വിവരവും പിന്നീട് എനിക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ തനിയെ ജീവിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഞാൻ സുന്ദരിയായിരുന്നത് കൊണ്ട് ഒത്തിരി പേർ എൻ്റെ പുറകെ വന്നു. നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും ഒരു വിവാഹത്തിന് ഞാൻ ഒരുക്കമല്ലായിരുന്നു. അവിടെ അടുത്തുള്ളൊരു പള്ളി വക ട്രസ്റ്റിൽ എനിക്ക് അവർ അഭയമൊരുക്കി. അങ്ങനെ 33 വയസ്സ് വരെ ഞാനും മോളും അവിടെയാണ് കഴിഞ്ഞത്. അത് കഴിഞ്ഞതിൽ പിന്നെ അവൾക്ക് വേറെ അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു, നല്ലൊരു റെസിഡൻഷ്യൽ സ്കൂളിൽ. അങ്ങനെ അവളവിടെ താമസിക്കാൻ തുടങ്ങി. എനിക്ക് പിന്നീട് അവിടെയുള്ള താമസം അത്ര സുഖകരമായി തോന്നിയില്ല. പുറത്തിറങ്ങി എന്തെങ്കിലും ജോലി ചെയ്യാം, മകൾക്കും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അടുപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ അവിടുത്തെ അധികൃതരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചെറിയൊരു വാടക വീട് എടുത്തു തന്നു. പിന്നെ ഇടവകയിലുള്ളവർ സാമ്പത്തികമായി എന്നെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ചെറിയൊരു 4 മണി തട്ടുകട നഗരത്തിൽ ആരംഭിച്ചു. അത് വമ്പൻ വിജയമായിരുന്നു. നല്ല രീതിയിലുള്ള സാമ്പത്തികം എനിക്ക് കിട്ടി. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ മകൾ 10-ാം ക്ലാസ് പാസ്സായി. +2 ആയപ്പോഴേക്കും അവളും ഞാനും കൂടി ഒരു വീടെടുത്ത് വേറൊരിടത്തേക്ക് മാറി. അത് ഈ ലീസിനെടുക്കുന്ന വീടാണ്. കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുറേ കാലത്തേക്ക് അവിടെ താമസിക്കാം. അങ്ങനെ നല്ലൊരു വീട്ടിലേക്ക് ഞങ്ങൾ മാറി. പിന്നെ ഞങ്ങളുടെ തട്ടുകടയുടെ സ്ഥാനം അത് മാറ്റി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്കായി. കാര്യം അടുത്ത് വലിയൊരു കോളേജുണ്ട്. കോളേജ് കുട്ടികളെ ലക്ഷ്യമിട്ട് ചെറിയൊരു സ്റ്റോറും പിന്നെ തട്ടുകടയും. അതാണ് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. 4 മണിയാകുമ്പോൾ തൊട്ട് പലഹാരങ്ങളുണ്ട്. രാത്രിയിൽ ദോശയും ചമ്മന്തിയും ഓംലെറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളും ഒരു 10 മണി വരെ പ്രവർത്തിക്കും. രാത്രിയാകുമ്പോഴേക്കും ഹോസ്റ്റലിൽ താമസിക്കുന്ന പല ചെക്കന്മാരും ഇറങ്ങും. പിന്നെ പെൺകുട്ടികളാണെങ്കിലും വരും. അങ്ങനെ അവരുമായിട്ടെല്ലാം ഞാൻ കൂട്ടായി. എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. ഞാനാണെങ്കിൽ പൈസയുടെ കാര്യത്തിൽ വലിയ കടുപിടുത്തമൊന്നും പിടിക്കാറില്ല. എൻ്റെ മക്കളെപ്പോലെ കരുതി എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യും. അവരും എന്നോട് കൃത്യമായിട്ടൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് പൈസ കാണില്ല, അത് ഞാൻ കണ്ണടക്കുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. പിന്നെ ഈ കുട്ടികൾക്കിടയിൽ ചില പ്രണയ ജോഡികൾ കാണും. അപ്പോൾ അവളുമാരും രാത്രി ചിലപ്പോൾ ഹോസ്റ്റലിൽ നിന്നോ പേയിങ് ഗസ്റ്റ് റൂമിൽ നിന്നോ ഇറങ്ങി വരാറുണ്ട്. അങ്ങനെ സ്വതന്ത്രമായി ജീവിക്കുന്ന പിള്ളേരൊക്കെ ഇവിടെ രാത്രിയിൽ വന്ന് തട്ടുദോശ കഴിക്കുകയൊക്കെ ചെയ്യും. കാര്യം എല്ലാവരും ഒന്നും സ്ട്രിക്റ്റ് ഹോസ്റ്റലിലായിരിക്കില്ല. അപ്പോൾ അവരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. പിന്നെ പകൽ ഇതുപോലുള്ള പ്രണയ ജോഡികൾ വരാറുണ്ട്. കടയുടെ സൈഡിലിരുന്ന് എന്തെങ്കിലും പറയുകയോ സൊള്ളുകയൊക്കെ ചെയ്യും. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യില്ല. ഞാൻ അവിടെ ഉള്ളത് അവർക്കും കംഫർട്ടബിളാണ്. പിള്ളേരല്ലേ, ഞാൻ പണ്ട് പ്രേമിച്ച് ഒളിച്ചോടിയതല്ലേ, അതൊക്കെ ഓർത്ത് ഞാനങ്ങ് ക്ഷമിക്കും. പിന്നെ എൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിന്നാരം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട, എല്ലാം ഞാൻ തന്നെ മാനം ചെയ്തോളാമെന്ന്. അങ്ങനെ അവൾ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കും. അത്രയേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ല രീതിയിൽ എല്ലാവരെയും ട്രീറ്റ് ചെയ്ത് സമാധാനപരമായി പോകുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ ഞെട്ടിച്ചൊരു സംഭവം നടന്നത്. 2 പ്രണയ ജോഡികൾ, യദുവും ഗ്രീഷ്മയും. അവർ മിക്കവാറും രാത്രി തട്ടുകടയിൽ വരാറുണ്ട്. ഗ്രീഷ്മ താമസിക്കുന്നത് പേയിങ് ഗസ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് അവൾ സെക്കൻഡ് ഷോക്കൊക്കെ പോകാറുമുണ്ട്. ഇതൊക്കെ എന്നോട് പറയാറുണ്ട്, നല്ല സാന്ദ്രമാണെന്ന്. യദുവിൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. നല്ല പണമുള്ള വീട്ടിലെ പയ്യനാണ്. ഇവളും കണ്ടു കഴിഞ്ഞാൽ സാമ്പത്തികമുള്ള വീട്ടിലെ പെൺകുട്ടി തന്നെയാണ്. 2 പേരും കൂടെ അടിച്ചു പൊളിച്ച് പ്രേമിച്ചിങ്ങനെ നടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ ഉപദേശിക്കാറുണ്ട്, ഇങ്ങനെ മതി മറക്കരുത്, ചേച്ചിക്ക് പറ്റിയ അബദ്ധം ചേച്ചി പറഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന്. അപ്പോൾ അവർ പറയും, പണ്ടത്തെ പോലെയല്ലോ, ഇപ്പം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരമായിട്ട് എഴുതിത്തള്ളും. പക്ഷേ ഇവർക്ക് 2 പേർക്കും എന്നോട് നല്ല അടുപ്പമുണ്ട്. നല്ല അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായ അടുപ്പം. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഫോണിൽ വിളിക്കുകയും ചെയ്യും. മറ്റുള്ളവരങ്ങനെയല്ല, എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കില്ല. ഇവർ 2 പേരും സ്പെഷ്യലായിട്ട് എന്നോട് കൂട്ടാണ്.
ഒരു ദിവസം 9:30 ആയപ്പോൾ രണ്ടുപേരും കൂടി തട്ടുദോശ കഴിക്കാൻ വന്നു. ചേച്ചി ബുൾസൈ തരണേന്ന്. അതിനെന്താ തരാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ബുൾസൈ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഗ്രീഷ്മ പെട്ടെന്ന് അവളുടെ ഹാൻഡ് ബാഗ് ഒരറ്റത്തേക്ക് മാറ്റി വെച്ചു. പെട്ടെന്നത് നിലത്തേക്ക് വീണു മാഡം. അതിൽ നിന്നും നോട്ട് കെട്ടുകൾ, അതും കുറേ അധികം നോട്ട് കെട്ടുകൾ, അത് തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. അതെല്ലാം തറയിലേക്ക് വീണു. അത്രയും പണം കണ്ട് ഞാൻ അമ്പരന്ന് പോയി. 1,00,000 രൂപയെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നി. ഇനി അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. അവൾ പെട്ടെന്ന് ക്യാഷ് ചെയ്തെടുത്ത് ബാഗിനുള്ളിൽ വെച്ച് അടച്ചു. എനിക്കെന്തെങ്കിലും ഭാവമാറ്റമുണ്ടോയെന്ന് രണ്ടുപേരും നോക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ അത് ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തിരിച്ചു നടന്നു. അടുത്തത് യദുവിനുള്ള ബുൾസൈ കൊണ്ട് കൊടുക്കണമല്ലോ. ഞാൻ പാചകത്തിലായിരുന്നു. എൻ്റെ മനസ്സ് മുഴുവനും ഇത്രയും ചെറിയ പിള്ളേർക്ക് ഇത്രയും ക്യാഷ് എവിടെ നിന്നാണ്? ഇനിയൊരു പക്ഷേ ഫീസ് അടയ്ക്കാനോ മറ്റോ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടാണോ? പക്ഷേ ഇത് സാധാരണ കോളേജല്ലേ, ഇത്രയും ഫീസ് കൊടുത്ത് പഠിക്കേണ്ട എന്ത് കാര്യമാണുള്ളത്? അതോ വേറെ വല്ലതും ഉണ്ടോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പിന്നെ അവരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. പണമുള്ള വീട്ടിലെ കുട്ടികളാകുമ്പോഴേക്കും 1,00,000 2,00,000 ഹാൻഡ് ബാഗ് ഇരുന്നാൽ എന്താണ്? ഞാൻ ഇങ്ങനെ പല ചിന്തകളിൽ കൂടി കടന്നുപോയി. എന്തായാലും അവരങ്ങ് പോയി. പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും യദു വന്നു. അപ്പോൾ കടയിൽ ആരുമില്ല. മോനെ, നീ ഇന്ന് ക്ലാസ്സിന് പോയില്ലേ? ഓ, ഇന്ന് ഉച്ചയായപ്പോൾ ഞാൻ ഇറങ്ങി. എന്നെ ഗ്രീഷ്മ ഒരു കാര്യം ഏൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു. ആ, അപ്പോൾ അതിനാണോ അവളെ പൈസ കൊണ്ടുവന്നത്? ഇന്നലെ ബാഗ് പറഞ്ഞപ്പോൾ ഇഷ്ടം പോലെ കാശ് താഴേക്ക് വീഴുന്നത് കണ്ടല്ലോ. അവൾ അത്ര റിച്ച് വീട്ടിലെ പെൺകുട്ടിയാണോ? എന്താ എന്താ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചു. തിരിച്ച് ഏതോ എന്നോട് ചോദിച്ചത്. അല്ല ചേച്ചി, ഗ്രീഷ്മയെ കണ്ടു കഴിഞ്ഞാൽ അവൾ വലിയ വീട്ടിലെ പെണ്ണാണെന്ന് തോന്നുമോ? പിന്നെ തോന്നില്ലേ? അവൾ ശരിക്കും റിച്ച് അല്ലേ? കാര്യം ലുക്കിൽ മാത്രമല്ല. ഇന്നലെ അവളുടെ ബാഗ് എൻ്റെ കൺമുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പെട്ടെന്ന് ചിരിച്ചു. എന്നാൽ ചേച്ചി വിചാരിക്കുന്ന പോലെ അവൾ റിച്ച് ഒന്നുമല്ല. വളരെ ചെറിയൊരു വീടാണ്. വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. പിന്നെ ഇവിടുന്ന അവളുടെ കയ്യിൽ പൈസ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അവൻ പറഞ്ഞു, ചേച്ചി ആരോടും പറയരുത്. ഞാൻ ഈ പറഞ്ഞതൊന്നും ഒരു മനുഷ്യരോടും പറയില്ലെന്ന് സത്യം ചെയ്യണമെന്ന്. ഇല്ലടാ, നിനക്കെന്നെ അറിയില്ലേ, ഞാൻ ആരോട് പറയാനാണ്? എത്ര വർഷമായിട്ട് എത്ര പിള്ളേരെ ഞാൻ കാണുന്നു. അവരുടെയൊക്കെ പല രഹസ്യങ്ങളും അറിയാം. എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോട് പറയുന്ന ശീലമില്ല. നിന്നോട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരുടെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല ചേച്ചി. അതുകൊണ്ടാണ് ചേച്ചിയോട് ഞാൻ പറയാമെന്ന് വെച്ചത്. അവൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനില്ലാത്തൊരു പെൺകുട്ടിയാണ്. അമ്മ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഓ, അപ്പോൾ ശരിക്കും എൻ്റെ അവസ്ഥ പോലെയാണ്. പക്ഷെ ചേച്ചി, അവളെ ആദ്യം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് അവൾ റിച്ചാണെന്നാണ്. പിന്നെ പ്രേമമായി കഴിഞ്ഞപ്പോഴാണ് അവൾ അവളുടെ യഥാർത്ഥ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞത്. അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പണം നോക്കിയാലല്ലോ പ്രേമം വരുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രേമബന്ധത്തിലായി. ഇതുപോലെ അവളുടെ ബാഗിൽ ഒരു ദിവസം ഒത്തിരി പണം കണ്ട് ഞാനും ഞെട്ടി. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. എന്താ മോനെ ആ കാര്യങ്ങൾ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവളുടെ അമ്മ വലിയൊരു വീട്ടിലാണ് നിൽക്കുന്നത്. അവിടുത്തെ മുതലാളിയും അയാളുടെ മൂത്ത മോനും. അവരോട് രണ്ടുപേരോടും അവളുടെ അമ്മയ്ക്ക് ഒത്തിരി അറ്റാച്ച്മെൻ്റാണ്. അതായത് ഏകദേശം ചെറുപ്പകാലം മുതലേ ഇവർ രണ്ടുപേരും അവരുടെ അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴം അവൾ പല സമയത്ത് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ഇത് ശരിയായ സ്നേഹബന്ധമൊന്നുമല്ല, അമ്മ നിലനിൽപ്പിന് വേണ്ടി കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണെന്ന്. ചെറുപ്പത്തിലെ എല്ലാ കാര്യങ്ങളും അവൾ ക്ലിയറായി കണ്ടല്ലോ. കാര്യങ്ങളുടെ ഗുഡൻസൊക്കെ പിടികിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൾക്ക് ചെറിയ ക്ലാസ് മുതൽ പല പ്രേമബന്ധങ്ങളും ഉണ്ടായിരുന്നു. പ്രേമബന്ധങ്ങൾ മാത്രമല്ല, മറ്റ് പല രീതിയിലും അതിർത്തികൾ താണ്ടിയ ബന്ധങ്ങളായിരുന്നു അവയെല്ലാം. ഒരു വട്ടം അവളുടെ അമ്മ അത് കണ്ടുപിടിച്ചു. അവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു. ആ സമയത്ത് അവൾ ഹൈസ്കൂളിൽ വെച്ചിട്ട് അമ്മയെ ചോദ്യം ചെയ്തു. അമ്മ ഇങ്ങനെയാണല്ലോ, ഞാൻ ചെറുപ്പം മുതലേ കാണുകയാണല്ലോ എന്ന്. അപ്പം അമ്മ പറഞ്ഞു, അമ്മ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെയൊക്കെ അഭിനയിച്ചു പോകുന്നതാണ്, അല്ലെങ്കിൽ അതിന് കൂട്ടു നിൽക്കുന്നതാണ്. നീ അങ്ങനെ ആകരുത്. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുകയാണ് എൻ്റെ ലക്ഷ്യം. മേലിൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് അവളെ നിയന്ത്രിച്ചു. പിന്നെ അമ്മയുടെ ഒരു കണ്ണ് അവളുടെ മേലുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് കോളേജിൽ വന്നപ്പോഴാണ്. കോളേജ് വന്നപ്പോൾ അവൾ ഹോസ്റ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി കളത്തരങ്ങൾ പറഞ്ഞു. ഇവിടെ ഹോസ്റ്റലിൽ നിന്നേ പറ്റൂ എന്നുള്ള രീതിയിലാണ് അവൾ അമ്മയോട് പറഞ്ഞത്. അവർക്ക് ഗുഡൻസ് അറിയാത്തത് കൊണ്ട് അവരത് വിശ്വസിച്ചു. പക്ഷേ ഹോസ്റ്റൽ എന്ന് പറഞ്ഞ് അവൾ ശരിക്കും സ്വാതന്ത്ര്യമുള്ള ഒരു പേയിങ് ഗസ്റ്റ് റൂമിലാണ് പോയത്. അവിടുത്തെ ഓണറാകട്ടെ ആ ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും വളം വെച്ച് കൊടുക്കുന്ന ഒരു ചേച്ചിയാണ്. ഇവൾ സ്വതന്ത്രമായി പ്രേമിച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഹോസ്റ്റലിൽ ചെന്നത്. പക്ഷേ അവിടെ ഇവളുടെ കൂടെ നിൽക്കുന്ന പല പ്രായത്തിലുള്ള പെണ്ണുങ്ങൾക്കും മറ്റു പല കാര്യങ്ങളുമുണ്ട്. പേരിന് മാത്രം അവർക്കൊരു ജോലി കാണും. അങ്ങനെ ജോലി ചെയ്യുകയാണെന്ന് പൊതുജനങ്ങളെ ധരിപ്പിക്കും. പക്ഷേ അവർക്ക് മറ്റു പല കാര്യങ്ങളിലേക്കുമാണ് ശ്രദ്ധ. രാവിലെ ആകുമ്പോഴേക്കും ഇറങ്ങും, വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ കനത്ത പണം കൊണ്ടുവരും. പ്രേമിക്കാൻ
കൊതിമുത്ത് കറങ്ങി നടക്കാൻ കൊതിമുത്തിറങ്ങിയ ഇവൾക്ക് കൂടെയുള്ള മറ്റ് സ്ത്രീകളുടെ ജീവിതം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാൻ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചല്ലോ എന്നുള്ള മട്ടായി. കാര്യം അവർ ഇഷ്ടം പോലെ പണം സമ്പാദിക്കുന്നു, പേരിന് ഒരു ജോലിയും, സുഖമായി ജീവിക്കുന്നു, ഒരു ബാധ്യതകളുമില്ല, പലർക്കും ഭർത്താക്കന്മാരില്ല, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്തവരാണ്. ഇവൾക്ക് പ്രേമിച്ച് കറങ്ങി നടക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ആ ചേച്ചിമാരുടെയൊക്കെ ഇൻഫ്ലുവൻസിൽ അവൾ അതെല്ലാം അങ്ങ് മറന്നു. എന്നിട്ട് അവരുടെ ഉപദേശം സ്വീകരിച്ചു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: മോളെ, നിന്റെ സമപ്രായക്കാരുമായിട്ട് നീ കറങ്ങി നടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. കുറച്ച് ഐസ്ക്രീമോ അല്ലെങ്കിൽ വില നിത്യച്ചിലവിനുള്ള വകയും കിട്ടും. പക്ഷേ അങ്ങനെയല്ല. ഇത്രയും സുന്ദരിയായ ചെറുപ്പമായ കോളേജിൽ പഠിക്കുന്ന നീ അല്ലാതെ നല്ല ഉദ്യോഗസ്ഥന്മാരെയോ മുതിർന്ന ആളുകളെയോ ബിസിനസ് മാഗ്നറ്റ്സിനെയോ ഒക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വെറും റൊമാൻറ്റിക് അപ്രോച്ച് മാത്രമായിരിക്കില്ല നിനക്ക് കിട്ടാൻ പോകുന്നത്. വമ്പൻ തുകകളായിരിക്കും. നീ ഒരു 10 വർഷം അല്ലെങ്കിൽ 5 വർഷം അപ്പോഴേക്കും നീ സെറ്റിലാകും. നിനക്ക് വിദേശ രാജ്യത്ത് പോയി പഠിക്കാനുള്ള തുക പോലും സമ്പാദിക്കാൻ പറ്റുമെന്ന് ചേച്ചിമാർ പറഞ്ഞു. അങ്ങനെ അവരുടെ ആ ഒരു ഉപദേശം ശിരസ വഹിച്ചുകൊണ്ടാണ് അവർ കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ഇവൾ തിരിച്ചത്. അവിടെയെല്ലാം മുതിർന്ന ആളുകളെ അവൾക്ക് മീറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷേ കിട്ടിയതോ ലക്ഷക്കണക്കിന് രൂപയാണ്. കാരണം ഓരോരുത്തരുടെ അടുത്തും ഇപ്പോൾ വന്ന ഒരു പുതിയ കോളേജ് പെൺകുട്ടി എന്നാണല്ലോ. അപ്പോൾ പിന്നെ ആളുകൾ മുന്നും പിന്നും നോക്കില്ല. അങ്ങനെ അവൾക്ക് കിട്ടിയ ഒരു ഡീലിൻ്റെ തുകയാണ് ചേച്ചി കണ്ടത്. അപ്പോൾ നീ എന്തിനാ അവളെ പ്രേമിക്കുന്നത്? ഇങ്ങനെയുള്ള പെൺകുട്ടികളെ ആരെങ്കിലും പ്രേമിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അതിപ്പോൾ എന്ത് ചെയ്യാനാണ്, ഞാനാണ് ആദ്യം അവളോട് പ്രപ്പോസ് ചെയ്തത്. അവിടെ പുറകെ നടന്ന് ഒത്തിരി കെഞ്ചിയപ്പോൾ ഒരു വട്ടം അവൾ എന്നോട് തുറന്നു പറഞ്ഞു, എനിക്കാരെയും പ്രേമിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെയുള്ള പല കാര്യങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. എനിക്ക് സെറ്റിലാകണം. എനിക്ക് ഒന്നും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, പ്രേമമൊക്കെ ഇതിന് തടസ്സമാണ്. നിനക്ക് പ്രേമിക്കാൻ പറ്റിയ ഒരാളല്ല ഞാൻ. എനിക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നീ ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ച് എൻ്റെ കൂടെ കൂട്ടു നിൽക്കുകയാണെങ്കിലും ഓക്കെ, അല്ലാതെ ഈ പ്രേമം സക്സസ് ആകില്ലെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ മുന്നും പിന്നും നോക്കാൻ പറ്റില്ല ചേച്ചി. അവൾ പറഞ്ഞ ഡീൽസൊക്കെ ഞാൻ അംഗീകരിച്ചു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ പ്രണയ ജോഡികളായി കോളേജിൽ അറിയപ്പെട്ടു. അവളുടെ ഈ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. പിന്നെ എനിക്ക് പ്രയോജനങ്ങളുണ്ട് കേട്ടോ. അത് പിന്നെ കാണാതിരിക്കുമോ? അവൾ ഇത്രയും പണം സമ്പാദിക്കുമ്പോൾ നിനക്ക് ലാവിശായി ചിലവാക്കാനുള്ള പണം അവൾ തരുമായിരിക്കും. അതെ ചേച്ചി, അതൊരു ഘടകം. കാര്യം എൻ്റെ വീട്ടിൽ മാതാപിതാക്കൾ സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിലും എനിക്ക് പിശിക്കാണ് കാശ് തരുന്നത്. ഇങ്ങനെ ലാവിശായിട്ട് കഴിയാനൊന്നും കാശ് എനിക്ക് തരുന്നില്ല. അവളുള്ളത് കൊണ്ട് എനിക്കും ഇഷ്ടം പോലെ കാശുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. അതല്ലാതെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വാതന്ത്ര്യത്തോടു കൂടി എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം. വലിയ ഹോട്ടൽസിലോ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനോ ഒന്നും പണത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവളാണെങ്കിൽ നന്നായി സേവ് ചെയ്യുന്നുണ്ട്. അവൾക്ക് 3 വർഷം കഴിയുമ്പോഴേക്കും ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങണമെന്നാണ് ആഗ്രഹം. അവളുടെ അമ്മ ശരിക്കും ജോലിക്കാരിയായി പലരെയും സന്തോഷപൂർവ്വം സ്വീകരിച്ച് വെറുതെ ലൈഫ് വേസ്റ്റാക്കി. അവരാണെങ്കിൽ ഒരു സ്വന്തമായ വീട് പോലും അവർക്കുണ്ടാക്കി കൊടുത്തില്ല. ഇപ്പോഴും കഷ്ടപ്പെട്ട് കഴിയുന്നു. ആ കഷ്ടപ്പാടൊക്കെ പതുക്കെ മാറ്റണം. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അമ്മയുടെ വഴി ഞാനും സ്വീകരിച്ച് സക്സസ് ആയി ഒത്തിരി പണം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ സ്ത്രീ അക്സെപ്റ്റ് ചെയ്യില്ല. കാര്യം അവരുടെ മകൾ ഇങ്ങനെ പോകരുതെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അവൾക്ക് തൽക്കാലം ഇത് പറയാൻ പറ്റില്ല. എല്ലാം നേടിയെടുത്തിട്ട് അമ്മയോട് പറഞ്ഞ് അമ്മയും കൊണ്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറ്റണം എന്നാണ് അവളുടെ ആഗ്രഹം. അല്ല മോനെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്തരം ഒരു പെൺകുട്ടിയെ നിൻ്റെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്യുമോ? അതെനിക്കറിയില്ല ചേച്ചി. ഈ പ്രേമം എവിടെ വരെ പോകുമെന്നറിയില്ല. അവൾ എന്നോട് പറഞ്ഞത്, പ്രേമിക്കുമ്പോൾ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാം. വിവാഹം കഴിക്കാനൊന്നും അവൾക്കും താല്പര്യമില്ല. ഓ, ഇതാണോ മോനെ ജെൻസി പ്രേമം? അങ്ങനെ വേണമെങ്കിൽ പറയാം ചേച്ചി. ഇതാണ് ഞങ്ങളുടെ കഥ. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ, ഈ കഥ മോറൽ സ്റ്റോറിയാണോ അതോ നല്ല കഥയാണോ ചീത്ത കഥയാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ആ കൂടെ കേട്ടിട്ട് കൺഫ്യൂഷനാണ് തോന്നുന്നത്. എന്തായാലും ചേച്ചി ചെറുപ്രായത്തിൽ തന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. എന്നിട്ട് ചേച്ചി എന്ത് നേടി? എന്ത് നേടാൻ? സ്നേഹം കുറച്ചുനാൾ മാത്രം. ഒരു കുട്ടിയെ നേടി. അത് കഴിഞ്ഞ് അയാളുടെ പാട്ടിന് പോയി. ഞാനാണെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. സത്യം പറഞ്ഞാൽ ചേച്ചി ഒരു മണ്ടിയാണ്. ചേച്ചിയുടെ ജീവിതം ചേച്ചി ആസ്വദിക്കുന്നില്ല. ഇപ്പോഴും ചേച്ചിക്ക് കഷ്ടപ്പാടുകളിൽ നിന്നൊരു മോചനമുണ്ടോ? ഇല്ല.
ചേച്ചി ദിവ്യപ്രേമം കൊണ്ട് എന്ത് നേടി? ഒന്നും നേടിയില്ല മോനെ. നീ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പോഴത്തെ കുട്ടികളെ പോലെ എനിക്കന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഞാനിതിന് മറുപടി പറയുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഇതിനിടയ്ക്ക് എൻ്റെ മകൾക്ക് 2-3 ലക്ഷം രൂപ ചെലവുള്ള ഒരു ഓപ്പറേഷന് വേണ്ടി വന്നു. അത് ചിട്ടി, കടം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ മാനേജ് ചെയ്തത്. ഒരു ദിവസം 1 ലക്ഷം രൂപ പെട്ടെന്ന് 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തേ പറ്റൂ എന്നുള്ളൊരവസ്ഥ വന്നു. അപ്പോൾ ഒന്നുമില്ല, ആരോട് ചോദിച്ചിട്ട് കിട്ടിയില്ല. ആ സമയത്ത് യദു വന്നപ്പോൾ ഞാൻ ദുഃഖിച്ചിരിക്കുന്നു. യദു എന്നോട് ചോദിച്ചു, എന്താ ചേച്ചി പറ്റിയെന്ന്. ഞാൻ പറഞ്ഞു, മോനെ ഇങ്ങനൊരു കാര്യമുണ്ട്, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലെന്ന്. അപ്പോൾ യദു എന്നോട് പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യാം, ഞാൻ ഗ്രീഷ്മയോട് ചോദിക്കാം. അവളുടെ കയ്യിൽ 1-2 ലക്ഷം രൂപ മറിക്കാൻ തീർച്ചയായിട്ടും കാണും. അതൊന്നും വേണ്ട മോനെ. മറ്റുള്ളവരുടെ കണ്ണിൽ അവൾ ചെയ്യുന്നത് തെറ്റാണ്. എങ്കിലും അവളുടെ ഒരു സ്വപ്നത്തിന് വേണ്ടി കൂട്ടിവെച്ചിരിക്കുന്ന പണമല്ലേ, അതിൽ നിന്ന് ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. അതല്ല ചേച്ചി, അവൾ തരും. ഇഷ്ടംപോലെ പണം ഇപ്പോൾ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അവൾക്ക് പണത്തിൻ്റെ മേൽ നല്ല ഭ്രാന്തുണ്ട്. അതുകൊണ്ട് ഇപ്പം എത്ര കിട്ടുന്നതെന്ന് എനിക്ക് പോലും അറിയുന്നില്ല. അതേപോലെ അവൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. ഇവനിതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവളും അവനും കൂടെ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിലും ഇന്ന് വരെ ഞാൻ ഗ്രീഷ്മയോട് ഇതൊന്നും ഇവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടേ ഇല്ല. അവൾ വരുമ്പോൾ ഞാൻ ഒന്നും അറിയാത്ത പോലെയാണ് പെരുമാറുന്നത്. അത് ഞാനും യദുവും തമ്മിലുള്ളൊരു സീക്രട്ട് അല്ലേ. പക്ഷേ എൻ്റെ കാര്യം പറഞ്ഞ് അവളോട് പണം ചോദിക്കുമ്പോഴേക്കും അവൾ തീർച്ചയായിട്ടും ഞെട്ടും. കാര്യം അവളുടെ കയ്യിൽ സ്റ്റുഡൻ്റ് ആണല്ലോ. എങ്ങനെ പണം വന്നു, അതിൻ്റെ സോഴ്സൊക്കെ ഞാനും അറിയില്ലേ, അത് പറയേണ്ടി വരില്ലേ എന്ന് യദുവിനോട് വെച്ചപ്പോൾ യദു പറഞ്ഞു, അത് ഞാൻ മാനേജ് ചെയ്യാം. ആദ്യം ചേച്ചിയുടെ ഈ അത്യാവശ്യം പറഞ്ഞ് ഞാൻ അവളോട് പണം ഒന്ന് ചോദിക്കട്ടെ, അവൾ തരുമോ എന്നറിയാമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ മോനെ എന്ന് ഞാനും സമ്മതിച്ചു. കാര്യം വേറെ ഒരു നിവൃത്തിയുമില്ല. അങ്ങനെ അവൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാര്യമാണെങ്കിൽ 1-2 ലക്ഷം രൂപ അവൾ തരാൻ തയ്യാറാണെന്ന് അവനോട് പറഞ്ഞു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അവൾ ചോദിക്കുകയും ചെയ്തു. ഞാൻ സ്റ്റുഡൻ്റാണ്, എൻ്റെ കയ്യിൽ ഇത്രയും പൈസ വന്നത് എങ്ങനെയാണെന്ന് ചേച്ചി ചോദിക്കില്ലേന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എന്തായാലും ചേച്ചിയോട് നമുക്ക് ഉള്ള കാര്യങ്ങൾ പറയാം, ചേച്ചിയോട് എല്ലാം പറയാൻ പറ്റുന്ന ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അവൾ എന്നെ വിളിച്ചിട്ട് ചേച്ചിക്ക് എത്ര രൂപ വേണ്ടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 1 ലക്ഷം രൂപ മതിയെന്ന്. അങ്ങനെ അവൾ അതുകൊണ്ട് വൈകുന്നേരം വന്നു. അവൾ തനിയാണ് വന്നത്. എന്നിട്ട് അവൾ അവളുടെ കഥകൾ എന്നോട് മണിമണിയായിട്ട് പറഞ്ഞു. ഞാനത് കേട്ടു. ഓൾറെഡി യദുവിൽ നിന്ന് ഞാൻ കേട്ടതാണ്, എങ്കിലും ഞാനൊന്നും അറിഞ്ഞതായിട്ട് ഭാവിച്ചില്ല. പുതുതായി കേൾക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ കേട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ സൂക്ഷിക്കണം, തട്ടുകടൊന്നും പറ്റരുത്, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആരും കൂടെ കാണില്ല എന്ന് ഞാൻ ഉപദേശിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ എല്ലാ വശങ്ങളിലും നോക്കിയിട്ടാണ് പോകുന്നത്, മേളിലും താഴെയും സൈഡിലും എല്ലാം നോക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ചേച്ചി ഇങ്ങനെ പണത്തിന് വേണ്ടി എന്തിനു ബുദ്ധിമുട്ടുന്നു? ഇപ്പോഴും ചെറുപ്പമാണ്, വയസ്സ് ഇത്രേ ആയിട്ടുള്ളൂ, സുന്ദരിയുമാണ്. വെറുതെ ഇങ്ങനെ മസിൽ പിടിച്ച് എണ്ണക്കടികൾ ഉണ്ടാക്കാതെ ചേച്ചിക്ക് യഥാർത്ഥത്തിൽ നല്ല വെള്ളയപ്പം ഉണ്ടാക്കിക്കൂടെ? ചേച്ചിക്ക് എല്ലാ ദുരിതങ്ങളും മാറിക്കിട്ടും. അതുമാത്രമല്ല 3-4-5 വർഷത്തിനുള്ളിൽ ചേച്ചിക്ക് ഗ്രാമപ്രദേശത്താണെങ്കിലും ഒരു വീട് വാങ്ങിച്ച് സെറ്റിലാകാനും പറ്റും. മോളെ എന്നെ കൊണ്ടൊന്നും പറ്റും തോന്നില്ല. എനിക്കതിനുള്ള കാലിബർ ഒന്നുമില്ല. നീ പറഞ്ഞ പോലെ ഞാൻ സുന്ദരിയായിരിക്കാം, എങ്കിലും എനിക്ക് പണ്ടേ പേടിയാണ്. എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഞാൻ ശരിക്കും ഒരു ദൈവികമായ കേന്ദ്രത്തിലാണല്ലോ അഭയം നേടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു ചേച്ചി, അതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും പണം കിട്ടില്ല. ഇങ്ങനെ പോയാൽ മതിയോ? സെറ്റിലാകണ്ടേ? പുതിയൊരു കല്യാണം കഴിച്ചില്ലെങ്കിലും ചേച്ചിക്ക് എന്തെല്ലാം ഓപ്ഷൻസാണ് തുറന്നു കിടക്കുന്നത് എന്ന് ചോദിച്ചു. എനിക്കൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. പണം അവൾ തന്നു, ഞാനത് അടച്ചു. മോളെ ഞാൻ 6 മാസം കഴിയുമ്പോൾ തരാമെന്ന് പറഞ്ഞു. ചേച്ചി 6 മാസം കഴിഞ്ഞ് തരുന്നതിനേക്കാൾ നല്ലത് ചേച്ചി എൻ്റെ കൂടെ ഒന്ന് വരൂ. ചേച്ചിയുടെ മുടിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഒരു ഫേഷ്യലും ചെയ്ത് ചേച്ചിക്ക് 5-6 നല്ല സാരിയും മറ്റു ഡ്രസ്സുകളും ഞാൻ എടുത്തു തരാം. എന്നിട്ട് എൻ്റെ കൂടെ ചേച്ചി ഒന്ന് വന്നാൽ മതി. ചേച്ചിയുടെ സങ്കടവും പ്രയാസങ്ങളും എല്ലാം തീരും. മോളെ എനിക്കൊരു മോളാണുള്ളത്. ചേച്ചി അവൾ നന്നായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവൾ വീട്ടിലിരുന്നോട്ടെ. പകൽ മാത്രം ചേച്ചി എൻ്റെ കൂടെ വന്നാൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ അറേഞ്ച് ചെയ്യില്ലേ. എൻ്റെ ആൻറ്റിയാണെന്ന് പറയാം, ഒരു പ്രശ്നവുമില്ല. എൻ്റെ പരിചയക്കാരെന്ന് പറയുമ്പോൾ ചേച്ചി വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. നമുക്ക് റിച്ച് ആകാനുള്ള ഒത്തിരി മാർഗങ്ങളുണ്ട്. ചേച്ചി എൻ്റെ കൂടെ നിൽക്കൂ. ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലെ സ്ത്രീകളെക്കാളൊക്കെ എത്രയോ സുന്ദരിയാണ് ചേച്ചി. അപ്പോൾ നമുക്ക്
പല കാര്യങ്ങളും നേടിയെടുക്കാം, പ്ലീസ് ഒന്ന് ബോധോദയം വെക്കൂ എന്നൊക്കെ പറഞ്ഞ് അവൾ 10-20 വട്ടം എന്നോട് പറഞ്ഞു. യദുവിനോട് ചോദിച്ചപ്പോൾ യദു പറഞ്ഞു, ചേച്ചി ഇറങ്ങുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ എപ്പോഴും എണ്ണയിൽ തൊളവട ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് 2 കുട്ടികളും കൂടി എന്നെ അങ്ങ് നിർബന്ധിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ഒരു ദിവസം പറഞ്ഞു, എങ്കിൽ പിന്നെ നീ എന്താണെന്ന് വെച്ചാൽ പറ, ചേച്ചിയും അരക്കൈ നോക്കാമെന്ന്. അവൾ എന്നെ ബ്യൂട്ടി പാർലർ കൊണ്ടുപോയി നല്ലപോലെ എൻ്റെ മുടിയൊക്കെ ബോട്ടോക്സ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഫേഷ്യലൊക്കെ ചെയ്ത് ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഇട്ട് എല്ലാം അവളുടെ നിർദ്ദേശപ്രകാരമാണ്. അനാർക്കലി ചുരിദാർ, ഡിസൈനർ സാരീസ് ഒക്കെ എടുത്ത് എൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് അവൾ എന്നോട് പറഞ്ഞു, അടുത്ത ആഴ്ച മുതൽ ചേച്ചി ബിസി ആയിരിക്കുമെന്ന്. മോളെ എനിക്ക് പേടിയാ. പിന്നെ ചെറുപ്രായത്തിലെ ഭർത്താവിനോട് ഒളിച്ചോടി വന്ന ചേച്ചി ഇത്ര പേടിക്കാൻ എന്താണ്? അവിടെയും കണ്ട് ഇവിടെയും കണ്ട് ചേച്ചിക്ക് ഇനി എന്ത് പേടിക്കാനാണ് എന്ന് അവൾ എന്നോട് ചോദിച്ചു. ഒരു കൊച്ചു പെണ്ണിൻ്റെ ധൈര്യം പോലും എനിക്കില്ലല്ലോ എന്ന് ഞാൻ ഓർത്തു. എന്തായാലും അവൾ എന്നെ കൂടുതൽ നിർബന്ധിച്ചതുകൊണ്ട് അവൾ തന്നെയാണ് എനിക്ക് ആദ്യത്തെ വാതായനം തുറന്നു വന്നത്. അത് അവൾക്ക് നേരത്തെ അറിയാവുന്ന ഒരു സാറായിരുന്നു. അവിടെ ചെന്നപ്പോൾ എനിക്കൊത്തിരി സംഭ്രമങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും പെരുമാറരുത്, എല്ലാം അറിയാവുന്നതുപോലെ ഭർത്താവ് തിരിച്ചു വന്നതുപോലെ ചേച്ചി വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വിചാരിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാര്യം എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ എത്രയോ സുന്ദരനാണ് ഞാൻ കണ്ടുമുട്ടിയ VIP. ആദ്യത്തെ ചില ദുർഘടഘട്ടങ്ങൾ എങ്ങനെ താണ്ടുമെന്നോർത്ത് ഞാൻ ഒന്ന് ദുഃഖിച്ചെങ്കിലും പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ പാതകളിൽ കൂടി കുതിരക്കുളമ്പടി നിർത്താതെ കേൾക്കാൻ തുടങ്ങി. എനിക്ക് നഷ്ടപ്പെട്ടു പോയ വസന്തം തിരികെ വരികയായിരുന്നു. വസന്തത്തിൻ്റെ പനിനീർത്തുള്ളികൾ ഇറ്റി വീഴും വരെ ഞാൻ ആ കുതിരക്കുളമ്പടികളെ പിന്തുടർന്നു. എല്ലാം എനിക്കൊരു പുതിയ പാഠമായിരുന്നു. പുതിയ വാതായനം തുറന്ന് ഞാൻ ആകാശത്തേക്ക് പാറി പറക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കൈനിറയെ കിട്ടിയ സമ്മാനങ്ങളുമായി ഞാൻ തിരിച്ചു വന്ന് മോൾക്ക് നന്ദി പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവൾ ട്രാക്ക് മാറ്റി. ചേച്ചി ഇനി ആൻറ്റിയുടെ റോളിലാണ്. ഇനി വരാൻ പോകുന്നത് യദുവിനെ പോലെയുള്ള റിച്ച് ആളുകളായിരിക്കും എന്ന് പറഞ്ഞു. മോളെ അത് ശരിയാകുമോ? ഒരു കുഴപ്പവുമില്ല, ചേച്ചിയുടെ സുവർണകാലം ആരംഭിച്ചു. ഇനി അങ്ങോട്ട് ബമ്പർ ലോട്ടറി അടിക്കുന്ന പോലെയായിരിക്കും ഓരോ മീറ്റപ്പും എന്ന് അവൾ എന്നോട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ മാഡം, ഞാൻ സ്ക്രീനുകളിലും ടെലിവിഷനിലുമൊക്കെ കണ്ടു പരിചയിച്ച ആൺ രൂപങ്ങളെ ചിലപ്പോൾ നമ്മൾ മോഹിച്ചു പോകാറില്ലേ? അങ്ങനെയുള്ള ആളുകൾ ഭൂമിയിൽ ഉണ്ടാകുമോ? അത്രയും സുന്ദരന്മാരും ചെറുപ്പക്കാരും എന്നോട് വന്ന് മിണ്ടുമോ എന്നൊക്കെ എനിക്ക് പണ്ട് തോന്നുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അത്തരം ഒത്തിരി ആളുകൾ എൻ്റെ കൺമുന്നിൽ വന്നു. അവർക്കെല്ലാം എൻ്റെ സ്നേഹം ഞാൻ പകർന്നു നൽകി. കൂട്ടത്തിൽ അവരുടെ സമ്മാനങ്ങൾ കൊണ്ട് എനിക്കിപ്പോൾ നല്ലൊരു സമ്പാദ്യമുണ്ട്. ഇപ്പം തന്നെ മാഡം, എനിക്ക് വേണമെങ്കിൽ ഗ്രാമപ്രദേശത്ത് കുറച്ച് വസ്തു വാങ്ങി വീട് വയ്ക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. എല്ലാത്തിനും കാരണം ഈ 2 കോളേജ് കുട്ടികളാണ്. അവരോട് എനിക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും സാമ്പത്തികവും തിരികെ കൊണ്ടുവന്നത് അവരാണ്. മാഡം പലപ്പോഴും പലരെയും ഉപദേശിക്കുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ജീവിതം നന്നായി ജീവിക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധികൾ മനുഷ്യൻ പ്രയോഗിക്കേണ്ടി വരും. മാഡം പലപ്പോഴും എല്ലാ വീഡിയോകളിലും ആളുകളെ കുറ്റം പറയുകയാണ്. മാഡം അത്ര പെർഫെക്റ്റ് ആണോ? അല്ലല്ലോ. ജീവിതം എന്ന് പറയുന്നത് അവനവൻ്റെ ഒരു ധൈര്യവും ബുദ്ധിയും കൂട്ടുകെട്ടുമൊക്കെയാണ്. നല്ല ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറി മറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഉപദേശങ്ങൾ എല്ലായ്പ്പോഴും നല്ലതായിരിക്കണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് നമ്മളൊരു കാര്യം പറയുമ്പോഴേക്കും അത് പൊതു അഭിപ്രായത്തിന് എതിരായതാണെങ്കിൽ തെറ്റാണെന്ന് പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ റോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് മനുഷ്യർക്ക് കൊടുത്തു എന്ന് വരും. അത് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. നമ്മൾ റോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഇത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എൻ്റർടൈൻമെൻറ്റ് ആസ്പെക്റ്റ് ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു കേട്ടോ. ഞാൻ പെർഫെക്റ്റ് അല്ലേ? ഞാൻ ഒരിക്കലും നല്ലവളാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കുന്നവർ തീരുമാനിക്കട്ടെ. ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതും അവർക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സന്ദർഭം അല്ലെങ്കിൽ ഒരു കഥ, ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ അനലൈസ് ചെയ്യുമ്പോൾ ലോകത്തുള്ള മുഴുവൻ പേരും ഞാൻ പറഞ്ഞതെല്ലാം ശരി വെച്ച് തലയാട്ടുമോ? ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞത് അംഗീകരിക്കുമോ? ഇല്ല. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. അത് എൻ്റെ ഒരു കടമയെന്നോ അല്ലെങ്കിൽ എൻ്റെ നേരം പൊക്കെന്ന് വേണമെങ്കിൽ വിചാരിച്ചോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ അത് കേട്ടിട്ട്, കഥകൾ കേട്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ ഉപദേശം കേട്ടിട്ട് അവരെന്താണോ തീരുമാനിക്കുന്നത്, അപ്പം വ്യൂവേഴ്സ് തീരുമാനിക്കുന്നത്, കേൾക്കുന്നവർ തീരുമാനിക്കുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ അങ്ങനെ ചെയ്തേ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ കഥയും കേട്ടിട്ട്
കേൾക്കുന്നവർ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കട്ടെ. നല്ലതും ചീത്തയും തിരിച്ചറിയട്ടെ എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ.